നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്രപരമായ പരാജയത്തിന് പിന്നാലെ CPM-നുള്ളിൽ PJ ഫാക്ടർ വീണ്ടും ശക്തമാകുന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണ തുടർച്ചാ മോഹങ്ങൾ തകർന്നടിയുകയും LDF കേവലം 35 സീറ്റുകളിലേക്ക് ഒതുങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ പാർട്ടിയെ അടിത്തട്ടിൽ നിന്ന് തിരുത്താൻ P. ജയരാജൻ എത്തണമെന്ന വികാരം അണികൾക്കിടയിൽ പടരുകയാണ്. പരാജയഭാരത്താൽ ഔദ്യോഗിക നേതൃത്വം പ്രതിരോധത്തിലായതോടെ കണ്ണൂർ കേന്ദ്രീകരിച്ച് വലിയൊരു പടയൊരുക്കം തന്നെ ആരംഭിച്ചതായാണ് സൂചന. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പദവിയിൽ നിന്നും മാറ്റണമെന്ന ആവശ്യം കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് തന്നെ ഉയർന്നു കഴിഞ്ഞു. സെക്രട്ടറി എന്ന നിലയിൽ സംഘടനാപരമായ പരാജയമാണ് ഉണ്ടായതെന്നും സ്വന്തം തട്ടകത്തിൽ പോലും വോട്ട് ചോർച്ച തടയാൻ ഗോവിന്ദന് കഴിഞ്ഞില്ലെന്നും ഒരു വിഭാഗം പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. ഗോവിന്ദന്റെ ശൈലിയും പരാജയത്തിന്റെ ആക്കം കൂട്ടിയെന്ന വിമർശനം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും വലിയ ചലനമുണ്ടാക്കും. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ P. ജയരാജൻ നടത്തിയ പരീക്ഷണങ്ങൾ പിണറായി വിജയന്റെ വ്യക്തികേന്ദ്രീകൃത ഭരണശൈലിക്കേറ്റ കനത്ത പ്രഹരമായാണ് വിലയിരുത്തപ്പെടുന്നത്. വിജയപരാജയങ്ങൾ പദവിയിലിരിക്കുന്ന വ്യക്തിയുടെ മാത്രം മഹിമയാണെന്നതിൽ യോജിക്കാൻ കഴിയില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ക്യാപ്റ്റൻ ഇമേജിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു. പാർട്ടി വ്യക്തിയേക്കാൾ വലുതാണെന്ന ഓർമ്മപ്പെടുത്തലിലൂടെ പിണറായി യുഗത്തിന് അറുതി കുറിക്കണമെന്ന സന്ദേശമാണ് ജയരാജൻ നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിച്ചിരുന്ന P. ശശിക്കും KK രാഗേഷിനുമെതിരെ പാർട്ടിയിൽ കടുത്ത അമർഷമാണ് പുകയുന്നത്. പോലീസിനെ കയറൂരി വിട്ടതും പാർട്ടിയെ ജനങ്ങളിൽ നിന്നും അകറ്റിയതും ശശിയുടെയും രാഗേഷിന്റെയും ഇടപെടലുകളാണെന്ന ആരോപണം ശക്തമാക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ ഇവരുടെ നടപടികൾ കാരണമായെന്ന് വിശ്വസിക്കുന്ന നേതാക്കൾ വരും ദിവസങ്ങളിൽ ഇവർക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയേക്കും. കണ്ണൂരിലെ പാർട്ടി കോട്ടകളിലുണ്ടായ വിള്ളൽ നികത്താൻ ചെന്താരകമെന്ന് അണികൾ വിശേഷിപ്പിക്കുന്ന P. ജയരാജൻ തന്നെ വരണമെന്നാണ് സൈബർ പോരാളികളുടെ വാദം. പണ്ട് ജയരാജനെതിരെ ഉയർന്ന വ്യക്തിപൂജ ആരോപണങ്ങൾ ഇപ്പോൾ പിണറായി വിജയനെതിരെ തിരിഞ്ഞത് ഔദ്യോഗിക പക്ഷത്തെ വിട്ടിലാക്കിയിട്ടുണ്ട്. അടുത്തട്ടിലെ പ്രവർത്തകർക്ക് സ്വീകാര്യനായൊരു നേതാവ് പാർട്ടിയെ നയിച്ചില്ലെങ്കിൽ ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാണെന്ന ബോധ്യം അണികൾക്കുണ്ട്. തിരുത്തൽ നടപടികൾക്കായി P. ജയരാജൻ മുന്നിട്ടിറങ്ങുമ്പോൾ അത് പിണറായി പക്ഷത്തിന് വലിയ വെല്ലുവിളിയാകും. പാർട്ടി സമ്മേളനങ്ങൾ അടുത്തിരിക്കെ നേതൃമാറ്റം സംബന്ധിച്ച ചർച്ചകൾക്ക് ജയരാജൻ ഫാക്ടർ തീപിടിപ്പിക്കും. കേരളത്തിലെ CPM-നെ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാൻ ചെന്താരകം ഉദിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. തിരുത്തലിന് വഴങ്ങാത്ത നേതൃത്വത്തിനെതിരെ പടയൊരുക്കം തുടങ്ങിയതോടെ AKG സെന്ററിൽ വരും ദിവസങ്ങൾ സംഘർഷഭരിതമാകുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. എന്നാൽ കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ P. ജയരാജനെങ്കിലും പാർട്ടിയെ സംരക്ഷിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട്. CPIM മാത്രമല്ല CPI-യും വലിയ രീതിയിൽ തകർന്നടിഞ്ഞ തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. ബിനോയ് വിശ്വം എന്ന CPI-യുടെ സംസ്ഥാന സെക്രട്ടറി രാജിവെക്കണമെന്ന ആവശ്യവും ശക്തമായി ഉയരുന്നുണ്ട്. 100 സീറ്റിനടുത്ത് പ്രതീക്ഷിക്കുകയും എങ്കിലും ഒരു 70 സീറ്റിന് മുകളിൽ മേടിച്ച് ഏറ്റവും കുറഞ്ഞ പക്ഷമെങ്കിലും ഭൂരിപക്ഷം നിലനിർത്തി മൂന്നാം പിണറായി സർക്കാർ എന്നൊരു ആശയത്തിലായിരുന്നു, അല്ലെങ്കിൽ അതിൽ ഏറ്റവും അധികം ആത്മാർത്ഥമായി വിശ്വസിച്ചു പോന്നിരുന്നു പാർട്ടി അനുഭാവികൾ. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ മാറ്റിക്കുത്തി എന്നതും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന കാര്യം പോലും പാർട്ടി നേതാക്കന്മാർക്ക് അറിയാതെ പോയതുമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്ന VD സതീശന്റെ കൃത്യമായ കണക്കുകളെ അതിനെപ്പോലും മുഖവിലക്കെടുക്കാതെ അഹങ്കാരവും ധാർഷ്ട്യവുമായി മുന്നോട്ട് പോയ പിണറായി വിജയനും അദ്ദേഹം നേതൃത്വം നൽകുന്ന മുന്നണിയും പൂർണ്ണമായും അർത്ഥത്തിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ പാർട്ടിയിൽ നിന്ന് തന്നെ ഉൾപാർട്ടിയിൽ നിന്ന് തന്നെ ഒരു നേതൃമാറ്റമാണ് അണികൾ ആവശ്യപ്പെടുന്നത്.